Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നവരാത്രി സ്പെഷ്യൽ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും തേണ്ട കിടക്കുന്നു. നമ്മൾ നോൺ വെജിലോട്ടാണ് പിന്നെയും പോകുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ പറഞ്ഞ കൂട്ട് ഇറച്ചിയോളോട്ടൊന്നും പോകണ്ട. ഈ പ്രാവശ്യം നമുക്ക് മീനെ തൊടാം. മീനെ എന്നാന്ന് വെച്ചാൽ കൊഞ്ച് വെച്ചാൽ ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും കഴിച്ചേക്കുന്ന ചിക്കനിൽ വെച്ചാൽ കഴിക്കുന്നത്. പക്ഷെ എന്നാൽ മീനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ മീനിലും ചെയ്യും. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്റ്റാർട്ടറാണ്. നമ്മളൊരു ഡിന്നറിനൊക്കെ പോവാന്നേൽ സ്റ്റാർട്ടറായിട്ട് തരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഞാൻ ഇന്ന് അത് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗ്രേവി ആയിട്ടാണ്. എന്നാലേ നമുക്ക് അതിനെ ഒരു എന്നാ പറയുന്ന ഒരു ഞാൻ ഇന്ന് അതിനെ സ്റ്റാർട്ടറായിട്ടല്ല കൊടുക്കുന്നത്, വിത്ത് റൈസാണ് നമ്മൾ അതിനെ സെർവ് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഞാൻ അതിനെ ഇച്ചിരി ഗ്രേവി ആക്കിയാണ് എടുക്കുന്നത്. ബേസിക്കലി നമ്മൾ എല്ലായിടത്തും ഈ പെരി പെരി ചിക്കൻ കേട്ടിട്ടില്ലേ? അത് ബേസിക്കലി നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഡിഷാന്നു. അത് ഡിഷ് മീൻസ് സ്റ്റാർട്ടർ ആന്നു. അത് സ്റ്റാർട്ടർ വിത്ത് ലോട്ട്സ് ഓഫ് സാലഡ്സ് ആണ് നമ്മളത് കഴിക്കുന്നത്. പെരി പെരി ചിക്കൻ ഒരു ലിറ്റിൽ ബിറ്റ് സ്പൈസിയാ, പക്ഷേ എന്നാലുണ്ടല്ലോ അത് ഇറ്റ്സ് വെരി ടേസ്റ്റി. അത് ബേസിക്കലി അത് പറയുന്നത് ജമൈക്കൻ ഫുഡാണ് അത്. പക്ഷെ എന്നാലും നമ്മുടെ കേരളയിലോട്ട് അതൊന്നും പോരണ്ടായോ എന്നത് പലയിടത്തും ഒന്ന് കിടന്നുവെച്ചാൽ നമുക്ക് എന്നാ പലതരം ഫുഡൊന്നും കഴിക്കാൻ ഒക്കെയല്ല. ദിസ് ഇസ് ജമൈക്കൻ ഫുഡ്. പക്ഷേ ഇത് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കൊഞ്ചിനകത്താണ്. അതായത് ടൈഗർ പ്രോൺസ്. കുഞ്ഞു പ്രോൺസ് അല്ല, നല്ല വലിയ മുഴുത്ത കൊഞ്ചാന്നേലേ ഇത് വെക്കാൻ ഒക്കത്തുള്ളൂ. സ്റ്റാർട്ടറായിട്ട് ചെയ്യണമെങ്കിൽ അതും ഞാൻ പറഞ്ഞുതരാം. അതല്ല ഗ്രേവി ആയിട്ട് ചെയ്യണം ഇഷ്ടമെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കൂട്ട് ചെയ്തേച്ചാൽ മതി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താന്ന് വെച്ചാൽ എന്നതാന്നല്ലേ നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അയ്യോ ഇതൊക്കെ എന്നാ ഡിഷാന്നല്ലേ. ഇത് ആദ്യം ഞാനും ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ദൈവമേ ഇങ്ങനെയും ഉണ്ടോ ഡിഷ് എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്നാണെന്നറിയാവോ? നമ്മൾ പല രാജ്യങ്ങളിൽ പോയില്ലേ പോലും അവരുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ഫ്ലേവേഴ്സ് എന്നാന്നൊക്കെയാണെന്നും അവർ എന്നാക്കെ ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ആ എന്നാ പറയുന്നത് കുക്കിങ്ങിനോട് ആ ട്രൂ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അതിപ്പോൾ കുക്കിംഗ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഇന്ന് നമ്മുടെ ഷ്രിംപ് പെരി പെരി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയ സാധനങ്ങൾ നമുക്ക് ഒരുപാട് ജമൈക്കൻ ഫുഡ് എന്ന് പറഞ്ഞു വെച്ചാൽ അത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനം ഒന്നുമില്ല. എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് തന്നെയാണ്. അത് എന്നാക്കിയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനിവിടെ മേടിച്ചേക്കുന്നത് കുറച്ച് ടൈഗർ പ്രോൺസാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളകായാലും മതി. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ വേണ്ടിയത് ഇത് വെജിറ്റബിൾ ഓയിലിലേ ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മുടെ ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല, അത് ഉപയോഗിക്കും. പിന്നെ ഇതിനകത്ത് 50-50 ബേസിസ് ആണ് ഓയിൽ എടുക്കുന്നത്. ഒരു ഇച്ചിരി എന്നാ പറയുന്നത് റിച്ചാട്ടോ ഈ ഫുഡ്. പക്ഷേ എന്നാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾ ഓയിലിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ബട്ടർ കൂടെ വേണം. സോൾട്ടഡ് ഓർ അൺസോൾട്ടഡ് ഏതായാലും കുഴപ്പമില്ല. പിന്നെ ആണെന്നില്ല ഗ്രേവിക്കാന്നു ഇനി കുറച്ച് ഉള്ളി. സവാളയാണേ, ഇതൊരു മീഡിയം സൈസ് 2 എണ്ണം കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി അരിഞ്ഞത്, ഇച്ചിരി ക്യാപ്സിക്കം ഒരെണ്ണാന്നേ. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ്. ഈ സ്പ്രിംഗ് ഓണിയൻ സീസണിലാന്നു, അതുകൊണ്ട് കിട്ടുവാന്നേലും മേടിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെലറിയോ അത് എണ്ണയിൽ ഇട്ടാൽ മതി. ഇതൊന്നും കിട്ടിയില്ലേ മല്ലിയില തന്നെ മതിയേ. പിന്നെ ഇച്ചിരി നാരങ്ങ നീര്, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് പാപ്രിക്ക പൗഡർ, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വറ്റൽ മുളക്, കുറച്ച് മല്ലിയില, ഇച്ചിരി വിനീഗർ. ഇത്രയേ ഉള്ളൂ, ഇനിയൊന്നുമില്ല കേട്ടോ. ഇത്രയും മാത്രം മതിയാവും. പിന്നെ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം എടുത്തേച്ച് ഫസ്റ്റ് ചെയ്യാനുള്ളതാണേ. പാത്രം എടുത്തേച്ച് നമുക്ക് ഈ കൊഞ്ച് ഒന്ന്, അതായത് ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചേച്ച് എനിക്ക് ആ കൊഞ്ചിൻ്റെ ഇച്ചിരി സ്റ്റോക്ക് വേണം. അന്നേരം ആ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണു ഞാനിപ്പോൾ ഈ കൊഞ്ച് വേവിക്കാനായിട്ട് പോകുന്നത്. ഈ സ്റ്റോക്ക് എന്നാത്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഗ്രേവിക്കകത്തോട്ട് ചേർക്കാനാന്നു. അതുകൊണ്ട് ആദ്യം കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് നമുക്ക് ഈ കൊഞ്ചൊന്ന് വേവിക്കാവേ.
കൊഞ്ചിനകത്ത് ഉപ്പ് ഇടുന്നതുകൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം പിന്നെ ഉപ്പ് ചേർക്കുമ്പോഴത്തേന്. കൊഞ്ചിനകത്ത് നിന്ന് ബേസിക്കലി നമുക്ക് അതിനകത്ത് നിന്ന് ഇച്ചിരി വെള്ളം പോരും, എന്നാലും പോരാ, ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അതായത് നമുക്ക് ആ ഗ്രേവിക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് വേണേ, അന്നേരം ഒരു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താലേ നമുക്ക് ആ സ്റ്റോക്കായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ അന്നേരം കൊഞ്ച് മുഴുവനായിട്ട് വേവാൻ നിൽക്കണ്ട, പിന്നെ നമുക്ക് ഗ്രേവിക്കകത്തിട്ട് ഇച്ചിരി വേവിക്കാനുള്ളയാ, അന്നേരം ഒത്തിരി വേവാൻ നിൽക്കണ്ട. ഒരു ഹാഫ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മീനിൻ്റെ കുറേ സത്തും കിട്ടും, അത് മതിയാവും. അന്നേച്ചങ്ങ് ഓഫ് ചെയ്യുക. അത് കൊഞ്ച് വേവാൻ വെച്ചതിന് ശേഷം നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കണം. അതായത് ഗ്രേവിക്ക് വേണ്ട പേസ്റ്റാണ് വേണ്ടിയത്. അത് നമ്മൾ റോസ്റ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും വേണ്ട, നമ്മൾ തനിയെ അത് അരച്ചെടുത്ത് വെച്ചാൽ മതി. അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ അത് ഞാൻ മിക്സി എടുക്കട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടാം ആദ്യം. ഉള്ളി വഴറ്റാൻ നേരവും ചേർക്കാനുള്ളയാ, അന്നേരം കുറേശ്ശെ ചേർത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി, അത് കഴിഞ്ഞ് കുറച്ച് നാരങ്ങ നീര്, കുറച്ച് മുളക് പൊടി, കൊഞ്ച് എത്രയാണ് വേണ്ടി ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച്. പക്ഷെ 50-50 റേഷ്യോ. മുളക് പൊടി എത്രയാണ് ഇടുന്നതെന്ന് വെച്ചാൽ അപ്പോൾ 1 ടീസ്പൂൺ ഇടുന്നതെന്ന് വെച്ചാൽ അതേ കൂട്ട് തന്നെ പാപ്രിക്ക പൗഡർ. അല്ലാന്നുണ്ടെങ്കിൽ പാപ്രിക്കയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, അതിനൊരു കുറച്ച് ചേർത്തേച്ച് ബാക്കി മുളക് പൊടി ചേർത്താൽ മതി. പക്ഷെ ഈ ഒരു ഫ്ലേവർ വന്നാലേ ഞാൻ ഈ പറയുന്ന പോട്ടെ ഈ ഒന്നുണ്ടാക്കുന്ന ഡിഷിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളേ. ഇതിനകത്തോട്ട് സ്വല്പം മുളക് പൊടി, സ്വല്പമല്ല മുളക് പൊടി വേണേ, സോറി മല്ലിപ്പൊടി ആട്ടോ. നമ്മൾ മുളക് പൊടി ഇട്ടു, സോറി ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മൊത്തം കൺഫ്യൂഷനാ. പിന്നെ ഇടാനുള്ളതാന്നു വറ്റൽ മുളക്. നമ്മൾ കുരുമുളക് ഇതിനകത്ത് ചേർത്തേക്കുവാ കൊഞ്ചിനകത്ത്. പിന്നെ അരയ്ക്കാനാന്നേൽ ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടി ചേർക്കാത്തടത്താണ് ഞാൻ പറഞ്ഞ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർക്കാം. പാപ്രിക്ക മാത്രമാണ് ചേർക്കുന്നെങ്കിൽ മുളക് പൊടി എടുക്കണ്ട, വറ്റൽമുളക് എടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ മൂന്നും കൂടെ മിക്സ് ചെയ്യുന്ന എന്നത്തിനെന്നറിയാമോ, നമ്മുടെ ഒരു കേരള ടച്ച് കൂടെ വരണം. പക്ഷേ കേരള ടച്ച് വരുത്തുന്ന സമയത്ത് എരിവ് കൂട്ടരുത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ വറ്റൽമുളകൊക്കെ നമ്മുടെ ആ എരിവ് കണക്കാക്കി വെച്ചിട്ടാൽ മതി. പക്ഷേ അതിനകത്ത് ഒരു ക്രഷ്ഡ് ചില്ലിയുടെ ഒരു ടെക്സ്ചറും കൂടെ വരണം. അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളകും കൂടെ അരയ്ക്കുന്നത്. ഇതിനെ ആദ്യം ഒന്ന് അരച്ചെടുത്തേച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരയ്ക്കാവേ. ഇപ്പം ഇങ്ങനെ അരച്ചെടുത്തേക്കുന്നത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യുന്നത്, നമ്മുടെ കൊഞ്ചൊന്ന് തിളച്ചതേ ഉള്ളൂ, എന്നാലും ഉണ്ടല്ലോ ആ സ്റ്റോക്ക് ആവാനും മാത്രം ഒന്നും ആയിട്ടില്ല. ഇച്ചിരി കൂടെ ഒന്ന് ആയാൽ മാത്രമേ എനിക്ക് ആ സ്റ്റോക്ക് കൂടെ എടുക്കാനൊക്കത്തുള്ളൂ. ഇല്ലാരുണ്ടല്ലോ നമ്മൾ ആ വെള്ളം ഒഴിക്കുവാന്നേൽ അതിനകത്ത് ആ ഒരു എന്താ പറയുക, ഒരു ഫ്ലേവേർഡ് അല്ലാതായി പോകും. ഒരുമാതിരി പച്ച വെള്ളത്തിൻ്റെയൊക്കെ ഒരു ചോവ് വരുവേ ആ ഒരു കറിക്ക്, അതൊക്കെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കൊഞ്ച് തിളച്ചിട്ട് മാറ്റിയാൽ മതി, അത്രയും മതി, അല്ലാതെ വെന്തങ്ങ് എടുക്കണ്ട. ഇതിൻ്റെ ഒരു ഇച്ചിരി സ്റ്റോക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചാലും തിരക്കിയിടില്ല. നമ്മൾ ഇടുന്ന ഒരു കളർ ടോൺ അല്ല, അതിനൊരു വൈറ്റ് ആവത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് വൈറ്റ് ആയി കഴിയുമ്പോഴത്തേന് ഞാനത് ഓഫ് ചെയ്യും. എനിക്ക് വേണ്ട ആ ഒരു തിക്ക് സ്റ്റോക്ക് ആയി കഴിഞ്ഞു. ഞാൻ ഓഫ് ചെയ്തേച്ച് നമുക്ക് ഇപ്പുറത്തോട്ട് നമ്മുടെ അടുപ്പ് കത്തിച്ച് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഈ കൊഞ്ചിനെ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ കൊഞ്ചിൻ്റെത് തീ ഓഫ് ചെയ്തേക്കുക.
ഇനി എന്നാണെന്നറിയാവോ, എണ്ണ ചൂടായേച്ച് നമുക്ക് ഈ കൊഞ്ച് ഓരോന്നായിട്ട് ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ മാത്രം മതി. കാര്യം ഇതൊരു നമ്മൾ ഗ്രേവി ആക്കി എടുക്കാനുള്ളതാന്നേ. പിന്നെ ആന്നേൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇപ്പം നമ്മൾ സ്റ്റാർട്ടർ ചെയ്യുവാന്നേൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അരച്ചു വച്ചേക്കുന്ന പേസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ വഴറ്റാനുള്ള സാധനങ്ങളില്ലേ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ. ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ 50-50 ബേസിസ് ആക്കുക. ഒന്ന് വഴറ്റിയേച്ച് ഇത് മിക്സിയിലിട്ട് അരച്ചേച്ച് ഈ കൊഞ്ചയിൽ പെരട്ടി ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കുക. വച്ചേച്ചും നമ്മൾ പിറ്റേ ദിവസം വറുത്തെടുക്കുക വിത്ത് ലോട്ട്സ് ഓഫ് സാലഡ്സ്. ഇതാന്നു ശരിക്കും പറഞ്ഞാൽ പെരി പെരി ചിക്കൻ ചെയ്യുന്ന രീതി. പക്ഷേ ഇത് നമ്മൾ കുറച്ചൊരു ട്വിസ്റ്റിൻ്റെ ഇടയിൽ അതാണ് നമ്മൾ കേരള ടച്ച് പ്ലസ് ആനീസ് ടച്ച് വരുമ്പോഴാണ് നമ്മളൊരു ട്വിസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് രണ്ടും അറ്റ് എ ടൈം ചെയ്യാൻ നോക്കും. ഇനി ഞാൻ ഈ എണ്ണയിലോട്ട് കൊഞ്ച് ഓരോന്നായിട്ടൊന്ന് ഇടട്ടെ. കൊഞ്ചാന്നേലുണ്ടല്ലോ നമ്മളിതെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേന് ഒന്നും കാണുകയില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു ഇച്ചിരി മുഴുത്ത കൊഞ്ചാന്നേൽ ഒക്കത്തുള്ളൂ. പിന്നെ ആന്നേൽ സ്റ്റാർട്ടർ ആന്നേൽ കൊഞ്ചിൻ്റെ വാലെടുക്കരുത്. വാലെടുക്കാതെ വേണം നമ്മൾ ആ പേസ്റ്റ് കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാനേ. അറ്റത്ത് വരുന്ന ഷെൽ പോർഷൻ പ്ലസ് ടെയിൽ അത്രയും മാത്രം വെച്ചേച്ചാൽ മതി. ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കൺഫ്യൂഷനാണ്, പക്ഷേ സോ സിമ്പിൾ. നമ്മളാണ് ഈ പറഞ്ഞേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് ശ്രദ്ധിച്ചേച്ചാലുണ്ടല്ലോ, ഞാൻ വേണമെങ്കിൽ ഐറ്റം നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് തരാം. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ എളുപ്പമാവും. പക്ഷേ എനിക്കിപ്പം ഈ കൊഞ്ച് വറുത്താലേ ബാക്കി പറയാനൊക്കത്തുള്ളൂ. ഞാൻ കൊഞ്ചേ വറുത്തെടുത്തിട്ടുണ്ട്. ഒത്തിരി മൂത്തിട്ടില്ല, ഒരു ഇച്ചിരി ഷാലോ ഫ്രൈ ആയിട്ടേ വറുത്തിട്ടുള്ളൂ. അതായത് നമ്മുടെ കൊഞ്ചിനൊരു എന്താ പറയുന്ന ഒരു ബ്രൗൺ കളർ വരണം, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനകത്തോട്ട് ഏതാണെന്നറിയോ, നമ്മുടെ ബാക്കി വന്ന എണ്ണയ്ക്കകത്തോട്ട് 1 സ്പൂൺ ബട്ടർ, സോൾട്ടഡ് ആവാം അല്ലെങ്കിൽ അൺസോൾട്ടഡ് ആവാം, ഏതായാലും കുഴപ്പമില്ല. 1 സ്പൂൺ ബട്ടർ. ഷാലോ ഫ്രൈ ആണെന്നുണ്ട്, മറ്റേ നമ്മൾ സ്റ്റാർട്ടർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എണ്ണയും ബട്ടറൂടെ ഇട്ടേച്ച് കൊഞ്ച് വറുത്തെടുത്താൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ ഈ ഉള്ളി ഇടുവാണേ. ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി, അതായത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ആന്നേൽ അരയ്ക്കാനായിട്ട് ചേർത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിയിൽ ഇച്ചിരി വേണം, അന്നേരം കുറച്ച് ഒരു 50-50 ബേസിസ് എത്രയാ നമ്മൾ കൊഞ്ചെടുക്കുന്ന കണക്കാക്കി വെച്ചാൽ അതിനനുസരിച്ചുള്ള 50-50 ബേസിസ് ആണ് അരയ്ക്കാനും ഉള്ളിയിലിടാനും വേണ്ടിയത്. പിന്നെ ഇഞ്ചി, ഇതിൻ്റെ കൂടത്തിൽ ഒരു എത്ര ക്യാപ്സിക്കം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നേർ പകുതി ഇടുക. ബാക്കി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി വാങ്ങാൻ നേരം ഇടണ്ടേ, അന്നേരം കുറച്ച് വെച്ചേക്കണേ. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. ഇത് കുറച്ച് ഒന്ന് ആ റോ ടേസ്റ്റ് മാറണം, അതായത് കുറച്ചൊരു ബ്രൗൺ ആവണം കേട്ടോ. ഉള്ളി ബ്രൗൺ ആവുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കാരമലൈസ്ഡ് ടോൺ ആവുക എന്നല്ല ഉദ്ദേശം. പക്ഷെ എന്നാൽ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഒന്ന് ഉള്ളി വേവുകയല്ലേ, ആ കണക്കാന്നു. ആ കണക്കിന് വേവിച്ച് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റ് അരയ്ക്കാൻ വേണ്ടി എടുത്തില്ലേ, ആ പേസ്റ്റും കൂടെ ഒരുമിച്ച് അരച്ചെടുക്കുന്നതാണ് സ്റ്റാർട്ടറിൻ്റെ പ്രിപ്പറേഷൻ. ഇപ്പം മനസ്സിലായില്ലേ, കൺഫ്യൂഷൻ മാറുന്നത് അങ്ങനെ. പക്ഷെ സ്റ്റാർട്ടറായിട്ട് വറക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ, അതിൻ്റെ വാല് വെച്ചേക്കണം. ഇച്ചിരി മല്ലിയിലയും കൂടി ഇടാം കേട്ടോ, അതിനൊരു മണം വരുന്നില്ല, എന്നാലും ഒരു ഇച്ചിരി മണമൊക്കെ വരണ്ടായോ.
ഉള്ളിയൊക്കെ വേഗം മൂത്ത് കിട്ടാനാന്നേൽ നമുക്കൊരു ഇച്ചിരി ഉപ്പിടാവേ. അതൊരു ടിപ്പാണ്, നമ്മളെപ്പോഴും ചെയ്യുന്നതാ. ഇങ്ങനെയൊക്കെ ഉപ്പ് ഇടുന്ന നേരത്ത് ലാസ്റ്റ് കറിക്കകത്തൊന്ന് ശ്രദ്ധിച്ചേച്ച് വേണം പിന്നെ ഇടാൻ. ഈ ഉള്ളി ഒരു ഇച്ചിരി വഴന്നു കഴിഞ്ഞാൽ തീ നല്ലതായിട്ട് അങ്ങോട്ട് കുറച്ച് വെച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, അത് നമ്മുടെ ഈ ഉള്ളിക്കകത്തോട്ട് ചേർക്കണം. നമ്മൾ ഈ അരപ്പ് ചേർത്തേച്ച് ഒരു ഇച്ചിരി നേരം നിൽക്കണം. കാര്യം എന്നാന്നോ, നമ്മൾ അതിനെ റോസ്റ്റ് ചെയ്തില്ലായിരുന്നല്ലോ ആദ്യം. നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന അങ്ങനെ തന്നെയല്ലേ അരച്ചെടുത്തേ. പക്ഷെ അത് ഒക്കെയല്ല, നമുക്ക് അതിനെ ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കൊഞ്ചും അതുമെല്ലാം ചേർക്കാം. അപ്പോഴത്തേക്ക് മൂത്ത് വരാനായിട്ടും എന്നാൽ ഇച്ചിരി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരാനും ഒക്കെ ആയിട്ട് ആ മിക്സിയിലുള്ള അരപ്പില്ലേ അതും കൂടെ ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചേച്ച് ആ ഉള്ള വെള്ളം, നമ്മൾ ഒഴിക്കുന്ന ആ ഉള്ള വെള്ളം അങ്ങ് വറ്റി കഴിഞ്ഞേച്ചാൽ പിന്നെ നമുക്ക് ബാക്കി ചേർക്കാം. ഇപ്പം എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ബട്ടർ എണ്ണ എല്ലാം ഇങ്ങനെ മേളിൽ ഇങ്ങനെ തെളിയുക. അന്നേച്ചാന്നു നമ്മുടെ ആ സ്റ്റോക്കും കൊഞ്ചും കൂടെ ചേർക്കാനുള്ളത്. ഇച്ചിരി കൂടെ വെള്ളമുണ്ട് വറ്റാനായിട്ട്, അത് കഴിഞ്ഞേച്ചും ബാക്കി ചേർക്കാം. ഇതിനകത്തോട്ട് ഇപ്പം ഏകദേശം വച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ വറുത്ത് വെച്ചേക്കുന്ന കൊഞ്ചിടാൻ പോവാ. കൊഞ്ച് അധികം വെന്തിട്ടില്ല, അത് എപ്പോഴും ഓർത്തോണം. നമ്മൾ ഒന്ന് സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. ഈ പെരി പെരി ചിക്കൻ കുറച്ച് സ്പൈസി ആണേ, അന്നേരം അത് നോക്കിയേച്ച് വേണം നമ്മൾ എരിവൊക്കെ ചേർക്കാനായിട്ട്. ഇത് കൊഞ്ചേല് നല്ലതായിട്ടൊന്ന് പെരണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കി സ്റ്റോക്ക് അങ്ങോട്ട് ചേർക്കാം. ഇനി നമ്മൾ ആ വെള്ളം ചേർത്തേക്ക് വന്ന് എന്നുവെച്ചുണ്ടല്ലോ തിളച്ച് കഴിയുമ്പോഴത്തേന് ഏറ്റവും കുറച്ച് സിമ്മാക്കി വെക്കുക. കാര്യം എൻ്റെ കണക്ക് പ്രകാരം ഞാൻ പറയുവാന്നേൽ കൊഞ്ചിന് വേവ് ഉണ്ട്. കാര്യം എന്നാന്നോ, കൊഞ്ച് കുറച്ച് റബ്ബറി ആയിട്ട് കഴിക്കുന്നതിലും നല്ലതാണ് ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് കൊഞ്ചിന് വേവ് ഇല്ലയെന്ന് വിശ്വസിക്കല്ല, കൊഞ്ചിന് വേവ് ഉണ്ട്. നല്ലതായിട്ട് വെന്ത് കിട്ടിയാലേ നമ്മൾ ആ ചോറിനൂടെ കൂടുതൽ കഴിക്കുമ്പോൾ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയ സിമ്മിലിട്ടേച്ച് ഞാൻ വേവിക്കാൻ വെച്ചേക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗസ്റ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. കാര്യം നമ്മൾ എന്നാ പറയുന്നത്, ജമൈക്കൻ ഫുഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറന്നുപോയതാ. പക്ഷേ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ചെയ്യാൻ കാര്യം എന്നാണെന്നറിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പാട്ട് എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അന്നേരം നിങ്ങളിപ്പോൾ പറയാം, ഓ ഇന്ന് ആരോ പാട്ട് പാടുന്ന ആൾക്കാർ ആരോ വരുന്നത് തന്നെ. ശരിയാ, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വിരുന്നുകാരായിട്ട് വരുന്നത് ജോബ് കുര്യനും വൈഫ് ആതിരയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇന്ന് ജമൈക്കൻ ഫുഡാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് സ്റ്റാർട്ടർ അല്ല, ഇന്ന് നമ്മുടെ ഗ്രേവി ആക്കിയാ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തൊന്നുമില്ല, കൊഞ്ച് വേവണം. പിന്നെ വെന്തെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു തിക്ക് ഗ്രേവി ആവുകയല്ലേ, ആ സമയത്ത് ബാക്കി വെച്ചേക്കുന്ന ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും പിന്നെ ഒരു കാര്യം കൂടെ നമുക്കിതിനകത്ത് ചേർക്കാനുണ്ട്. ഒന്ന് തിളച്ചേച്ച് നമ്മൾ സിമ്മിലിട്ടിട്ട് ഒന്നുകൂടെ അടപ്പെടുത്തേച്ച് ഒരു ഇച്ചിരി വിനീഗറും കൂടെ ചേർക്കണം. നേരത്തെ മറന്നുപോയെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഏകദേശം ശരിയായിരുന്നു കേട്ടോ, മറന്നുപോയി. പക്ഷെ എന്നാലും ഇച്ചിരി വിനീഗറൂടെ ചേർക്കണേ. ഒത്തിരി ചേർക്കരുത്, ഒരു ഇച്ചിരി ചേർക്കാവുള്ളൂ. കാര്യം എന്നാന്നോ, നാരങ്ങാനീര് ചേർത്തേക്കുക. അന്നേരം പുളി ഇച്ചിരി മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ട്, ഒരു ഇച്ചിരി ചേർത്താൽ മതി. ഇനി നമ്മുടെ കൊഞ്ചിനെ നമുക്ക് ശല്യം ചെയ്യണ്ട, കുറച്ച് നേരം കൊഞ്ചൊന്ന് വെന്ത് സോഫ്റ്റ് ആയിക്കോട്ടെ. ഇനി
പ്രസന്റേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ പെരി പെരി ഷ്രിമ്പിന് കൂടെ കൊടുക്കാൻ പോകുന്ന വൈറ്റ് റൈസ് ആണ്. ഇതിനകത്ത് അപ്പം നല്ലതാണേ, പക്ഷെ ഈ കറി കാണുമ്പോഴത്തേന് എല്ലാവരും വിചാരിക്കും ഭയങ്കര റെഡിഷ് ആയിട്ടിരിക്കുക, അതുകൊണ്ട് ഒത്തിരി എരിവാന്ന് വിചാരിക്കും. പക്ഷെ എരിവേ ഇല്ല. പക്ഷെ ഒരു ചെറിയൊരു എരിവ് വന്നു പോയി ഒരു നല്ല സ്വാദ് വരുന്ന ഒരു കറിയായത്. ഇത് അപ്പത്തിൻ്റെ കൂടെ നല്ലതാ, പത്തിരിയുടെ നല്ലതാ, ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ചെമ്പാവരി അത് പിന്നെ നോക്കല് നല്ല നിറച്ച് ഉണ്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇച്ചിരി തൈരും അച്ചാറും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാ ടേസ്റ്റാന്നറിയോ? ഹലോ, നമസ്തേ നമസ്തേ, വരൂ 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 വരൂ. ഇത് എനിക്ക് എന്തോരു സന്തോഷാന്നറിയോ. ഇത് സ്പെഷ്യൽ ഡിഷൊക്കെ ഞാൻ ചെയ്തേക്കുന്നത്. എന്നാത്തിനെന്നറിയാവോ? അറിയാവോ? ഇല്ലല്ലോ അല്ലേ? ഒരു ഗായകനും ഒരു ഗായികയും കൂടെ എൻ്റെ അടുക്കളയിൽ വരിക എന്ന് പറയുമ്പോൾ സത്യം പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വീക്ക്നെസ്സാ പാട്ടെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ റേഡിയോ ഒക്കെ ഓൺ ചെയ്തേച്ചാൽ പണി ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര സ്പീഡാണ് പണിയാന്ന്. പിന്നെ ഈ നിങ്ങളും കൂടെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നേരമില്ല, വേഗം തീർത്തുവെച്ച് നിങ്ങൾ വന്നാൽ മതി എന്നേ ഉണ്ടായിരുന്നത്. അതറിയോ, എനിക്ക് ഞാൻ പാടിപ്പിക്കും പ്ലീസ്. അതൊരു റാഗിങ് ആയിട്ട് കരുതിയാൽ അങ്ങനെ കരുതിക്കോളൂ, എനിക്ക് കുഴപ്പമില്ല. ഒരു മിനിമം ഒരു സ്റ്റാർട്ടിങ് ഒരു എനർജി കിട്ടാനായിട്ടല്ലേ ഒരു ഡുവറ്റെങ്കിലും പാടിത്തരുമോ? അവസാനം ഞാൻ കെഞ്ചി ചോദിക്കേണ്ട അവസ്ഥ ഇഷ്ടമുണ്ടോ? വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലൊക്കിയ സുന്ദരി എന്നൊരു മന്ത്രവാദിയെ കണ്ടു. ജാലക്കാരന്റെ പീലിക്കണ്ണിൽ നീലപ്പൂവമ്പു കൊണ്ടു, നീലപ്പൂവമ്പു കൊണ്ടു. ഒരു കാര്യം ചെയ്യട്ടെ, ഈ പാട്ട് ആദ്യത്തെ പാട്ട് തന്നെ ഈ പാട്ട് പാടിയ ഉദ്ദേശം എന്താ? അതിനൊരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? ഇപ്പൊ എനിക്ക് അറിഞ്ഞ ആ ഉദ്ദേശം എനിക്ക് അറിയണം. നല്ല ഉദ്ദേശമാണ്, നല്ല ചേച്ചി. ഞങ്ങള് ആക്ച്വലി അമൃതയിലെ ഒരു റിയാലിറ്റി ഷോ, ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന ഷോയിൽ കൂടെ വന്ന രണ്ടാൾക്കാരാണ്. അതിൽ കൂടി കണ്ടതാണ്, ഈ അവസ്ഥയിലേക്ക് ജോബ് എവിടെയാ, നാട് എവിടെയാ? ഞാൻ ശരിക്കും കൈനഗിരി കുട്ടനാട്ടുകാരനാണ്, പക്ഷെ ട്രിവാൻഡ്രം ബോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെ സെറ്റിൽ. ഞാൻ കണ്ണൂരാണ്. കണ്ണൂരിന്ന് ആ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. വൈക്കം വഴിയും പോവാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ആ പ്രോഗ്രാമില് ഈ പാട്ട് പാടി രണ്ടുപേരും കൂടി ഒരു ഡ്യുവറ്റ് അതിൽ പാടി. എപ്പോഴാ ഈ പാട്ടാണ് പാടുന്നത്, അതിന്റെ ഒരു ഓർമ്മയും ഉണ്ട്. കൂടെ ഉണ്ട്. അപ്പൊ ഒത്തിരി വിശേഷമുണ്ട് പറയും പോലെ. ഇത് കേൾക്കാനോ രസം അല്ലേ? അല്ലാതെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ വർത്താനം പറഞ്ഞാൽ ഓക്കെ അല്ല. എനിക്ക് ഇങ്ങനത്തെ കാലം കൊച്ചു കൊച്ചു കുസൃതി കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ നല്ല രസം. അതാ കേൾക്കാനും കൗതുകം ഉള്ളത് അല്ലേ? നമുക്കൊരു കാര്യം അവിടെ ഇരിക്കാം. അതേച്ച് ഞാൻ അതും വിളമ്പി തരാട്ടോ. മിനിമം 18 പാട്ട് പ്ലസ് ഭാര്യ 4 പാട്ട് 20. ഇങ്ങനെ വരുന്നത്. എന്തായാലും ചേച്ചിയെ പരിചയപ്പെടാനും ഇങ്ങനെ ഇതിൽ ചേച്ചിയുടെ ഫുഡ് കഴിക്കാനും വളരെ സന്തോഷം. ഞങ്ങളൊക്കെ പണ്ട് മുതലേ ഫാൻസാണ്. അയ്യോ, മഴയത്ത് മുൻപേ അമ്മയാണ് സത്യം. ഒത്തിരി ഒത്തിരി അങ്ങനെ ഒത്തിരി പടം. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇനിയിപ്പോ വിശേഷങ്ങൾ എന്റെ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് തരത്തില്ലല്ലോ. ഇത്രയും വെച്ച് കാണിച്ചു. ഞങ്ങൾക്ക് മാത്രമല്ല, വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അല്ലല്ല, സത്യമാണ് പറഞ്ഞത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും അച്ഛനും ഒക്കെ ഫിലിമൊക്കെ ടിവിയിലൊക്കെ വരുമ്പോ എപ്പോഴും പറയും. നല്ല അച്ഛനും അമ്മയ്ക്കൊക്കെ എന്റെ സ്പെഷ്യൽ നമസ്കാരം ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ വളരെ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോഴേ ഇങ്ങനെ അവരും പറയുന്നുണ്ടായിരുന്നു. ആണോ? പ്രത്യേക അന്വേഷണം പറയണേ. ഞാൻ എന്തായാലും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നേരിട്ട് ഒന്ന് അറിയിച്ചേക്കാം. ഇനി നിങ്ങൾ പറഞ്ഞേ, ഇനി നമ്മുടെ ബാക്കി വിശേഷം. ഞങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ തട്ടകം അമൃതയിൽ നിന്ന് തന്നെയാണ്. ബേസിക്കലി ഞാൻ 2006 ഞങ്ങൾ രണ്ടുപേരും അമൃത സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഷോയുടെ കണ്ടസ്റ്റൻസ് ആയിരുന്നു. എനിക്ക് ഡബിൾ ബൊണാൻസ പോലെ, അതെ, അതില് റണ്ണറപ്പും ആയിരുന്നു. കൂടെ പുള്ളിക്കാരിയെ ഒരു 7 years കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഹാപ്പി ആയിരിക്കും. ഒരു മോനുണ്ട്, സച്ചു.
ഓക്കെ. മോന്റെ പേര് സച്ചു. എന്നാ പ്രായമായ മോന്? 2.5 വയസ്സ്. 2.5 വയസ്സ്. അവനിവിടെ എല്ലാം റെഡിയാക്കുമായിരുന്നു, അല്ലെങ്കിൽ അവനെ കൂടെ കൊണ്ടുവന്നത്. അത്ര ചട്ടമ്പിയാ? അപ്പനെ പേടിയില്ല? അപ്പനെ പേടിയുണ്ട് ഇപ്പൊ. ഭയങ്കര ഇഷ്ടമാണ്. അമ്മ വരട്ടോ? ഞാൻ വരട്ടിയാലും വലിയ പേടിയൊന്നുമില്ല. ഒന്നുമില്ല. അല്ലേലും അമ്മമാരോട് എങ്ങനെ തന്നെയാ, എത്ര അലച്ചാലും അമ്മ ഇത്ര അപ്പനൊരു നോട്ടം നോക്കിയാൽ മതിയെന്ന് പറയും. അപ്പൻ മറ്റേ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടേ കുറച്ച് ദിവസം കഴിയുമ്പോ വന്നാൽ പുള്ളി ആദ്യമേ ചിരിച്ച് ഓടി ചാടി മുകളിലോട്ട് കയറും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നമ്മളെ തോളത്ത് കിടക്കായിരിക്കും, നോക്കുമ്പോണ്ടാ പുള്ളി കണ്ണുനീരിങ്ങനെ വാർത്തോണ്ടിരിക്കും. ഭയങ്കര സെന്റിമെന്റൽ ആണ്, ഒരു രക്ഷയില്ല. അപ്പൊ അപ്പനോട് അറ്റാച്ച്മെന്റ് ഭയങ്കര, പുള്ളിക്ക് എല്ലാവരോടും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്, ഭയങ്കര സ്നേഹക്കാരനാണ്. ഓ അത് ശരി. എന്നാലും മോശമായി പോയി. ഞങ്ങൾക്കൊന്ന് കൊച്ചിനെ ഒന്ന് കാണാൻ കൊച്ചിനെ കാണിക്കണേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല അങ്ങനത്തെ പിള്ളേരെ. എന്താ പറയുക, ചട്ടമ്പി പിള്ളേരെയാ കൂടുതൽ ഇഷ്ടം. പിന്നെ ഫിലിമില് വന്നത് എങ്ങനെ? ഫിലിമില് അതില് ആ റിയാലിറ്റി ഷോയിൽ തന്നെ ലൈക്ക് റണ്ണറപ്പ് ആയിരുന്നത് കൊണ്ടും അതിന്റെ ജഡ്ജസ് ആയിരുന്നു ദീപക് ദേവ് സാറും അൽഫോൺസ് ചേട്ടനും ബാലചന്ദ്രനൊക്കെ. അപ്പോൾ അവർ അൽഫോൺസ് ചേട്ടൻ്റെ പടത്തിലാണ് ഞാൻ ആദ്യം പാടുന്നത്, ചിത്ര ചേച്ചിയോട് ഒരു ഡ്യുവറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടാൻ പറ്റി. അത് ആത്മാവിൻ കാവിൽ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആരാണേ എന്ന് പറയുന്ന ട്രാക്ക് ആണ് എനിക്കൊരു കൊമേഴ്ഷ്യൽ ഇതിലൊരു അപ്രോച്ച് അങ്ങനെ ഒരു ഇത് തന്നത്. പക്ഷേ ഞാൻ പറയുന്ന ആദ്യത്തെ പാട്ട് ചേച്ചിയുടെ കൂടെ അതൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. പ്രോബബ്ലി അറിയില്ല, ചിലപ്പോൾ എല്ലാ പാട്ടും ഒരേപോലെ നല്ലൊരു പാട്ട് അൽഫോൺസ് ചേട്ടൻ്റെ ഒരു വിനയൻ സാർ വന്നിട്ട് അതിനകത്തെ ഭാഗ്യം ആലോചിച്ച് ചേച്ചി വളരെ എന്താ പറയാ, ഞാനൊരു ഫ്രഷറാണെന്ന് കണ്ടിട്ട് തന്നെ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് പാടിയതാണ്. ചേച്ചി ഒരിക്കലും എന്താ പറയാ, ക്ഷമയൊക്കെ നമ്മൾ ചേച്ചിയിൽ നിന്ന് കണ്ടുപിടിക്കണം. ചേച്ചി ഭയങ്കര മോട്ടിവേഷനാണ്. ശരിയാ, ഒത്തിരി നമുക്ക് സപ്പോർട്ടാ ചേച്ചി അല്ലേ. ഒരിക്കലും നെറ്റി ചുളിച്ചോ ഒന്നും നമ്മൾ അങ്ങനത്തെ ഒത്തിരി അനുഭവം ചേച്ചിയുടെ കൂടെ തന്നെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ചേച്ചി ഞാൻ ഭയങ്കര ടെൻഷൻ പാർട്ടി എപ്പോഴും. ആ ഒരു വലിയ ഇത് ഷോ അങ്ങനെയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ സ്റ്റേജ് ഷോക്ക് പോകുമ്പോഴേ ഞാൻ പറഞ്ഞ ഭയങ്കര പേടിയാ. അപ്പൊ ചേച്ചി ഭയങ്കര നമ്മളെ സ്റ്റേജിൽ ഞാൻ ഒരു പ്രാവശ്യം സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്, ടെൻഷൻ അടിച്ചിട്ട് പാടാൻ പറ്റാണ്ട്. അപ്പോൾ ചേച്ചിയുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷനില്ല, കാരണം റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. പക്ഷെ ചേച്ചി സ്റ്റേജ് വന്ന് അതിനടുത്ത് പറയാം, എന്തിനാ എൻ്റെ പരിപാടിക്ക് പേടിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹം തരും. പിന്നെ പാടാൻ പറ്റും, കംഫർട്ട് ആക്കും അല്ലേ നമ്മളെ. ചേച്ചിയുടെ പാടിയ പാട്ട് ഒന്ന് പാടാവോ? ആത്മാവിൻ കാവിൽ അരയാലിൻ കുമ്പിൽ പാടാമോ വീണ്ടും എൻ്റെ പെൺകുയിലേ, പണ്ടത്തേണം ചുണ്ടത്തായുണ്ടോ മൗനത്തിൻ മഞ്ഞണിഞ്ഞ പൂങ്കുയിലേ. നല്ല പാട്ടല്ലേ? ബ്ലാക്ക് കാറ്റ് അൽഫോൺസ് സാറിന്റെ. അവൻ പാട്ട് അല്ലേ? അതെനിക്ക് മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത അല്ല, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേത് പാടാ? രസം എന്ന് പറയുന്ന ലാൽ സാറിന്റെ. അത് ഞാൻ കവാലം സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. കവാലം സാറിലേക്ക് വന്നെത്തി എങ്ങനെയാ? വരികളൊക്കെ അദ്ദേഹം 3 പാട്ടിന്റെയും വരികൾ സാറാണ്. സാറിന്റെ അടുത്ത് ആക്ച്വലി നെടുമുടി വേണമെങ്കിൽ വഴിയാണ് ഞാൻ സാറിനെ മീറ്റ് ചെയ്യുന്നതും. ഇവിടെ മകനും ഞാനും ആത്മമിത്രങ്ങളാണ്. സ്കൂൾ മുതൽ LKG മുതൽ 12th വരെ. പിന്നെ നെയ്ബേഴ്സും ആണ്. അപ്പൊ മോനെ പോലെയാ വേണിച്ചേട്ടൻ. അപ്പൊ വേണിച്ചേട്ടനാന്ന് ഡയറക്റ്റ് ചെയ്ത് വിട്ടെ. അതെ, റെഫറൻസ് കേൾപ്പിക്കുകയും രാജീവ് സാറ് പുള്ളിക്ക് താല്പര്യം അങ്ങനെ ചെയ്തതാ. ഓക്കെ. ആ ജോബ് കമ്പോസ് ചെയ്ത പാട്ട് ആതിരയ്ക്ക് പാടാൻ പറ്റും? ചേച്ചി ചിത്രേച്ചി പാടിയൊരു തിരുവാതിര ഒന്ന് പാടി മോളെ. രണ്ടുപേരും പാടും. ചിത്രേച്ചി പാടി വെച്ചാണ്, ഞാൻ പാടി കൊളാക്കും. എന്നാലും കേൾക്കാനല്ലോ. ഓക്കെ. ധനുമാസപ്പാലാഴി തിരതുള്ളും പൂത്തിരുവാതിരയിൽ പാട്ടിലലിയും മാടിയുലയും പാതിരാവിനുലഹരി. ധനുമാസ പാലാഴി തിരതുള്ളും പൂത്തിരുവാതിരയിൽ പാട്ടിലലിയും ആടിയുലയും പാതിരാവിനുലഹരി. ഈ ജോബ് ഒരു കാര്യം ചെയ്യണേ. ഇപ്പൊ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് അമൃതയുടെ ഡയസിലേക്ക് വന്നത്, പക്ഷെ മ്യൂസിക് കമ്പോസ് ചെയ്തു. ഇത് ശരിക്കും ജോബിന് ഇഷ്ടമുള്ള എന്നതായിരുന്നു? അങ്ങനെ ഒരു മ്യൂസീഷ്യൻഷിപ്പ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഡ്രീം ചെയ്തിട്ടുള്ള കാര്യം. പണ്ട് മുതൽ ഒരു
സിംഗർ അല്ലെങ്കിൽ കമ്പോസർ അങ്ങനെ സെപ്പറേറ്റ് ഇല്ല. അത് കാണുന്നില്ല. നമ്മളെ എക്സ്പ്രഷൻ തന്നെയാണല്ലോ മ്യൂസിക്. അപ്പൊ കുഞ്ഞുനാൾ മുതലേ അങ്ങനെ മ്യൂസിക്കിനോട് അത്രയും ഞാൻ കേൾക്കാറുണ്ട്. എന്ന് വെച്ചാൽ അത്രയും പാഷനേറ്റ് ആയിട്ട് എൻ്റെ പാരൻസ് ഒക്കെ അത്രയും, എൻ്റെ ഫാമിലി മുഴുവൻ ഞങ്ങളെല്ലാവരും കർഷക കുടുംബമാണ് ബേസിക്കലി. എന്നാലും മ്യൂസിക്കിനോടുള്ള ഭ്രാന്ത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ പഠിച്ചോ കുഞ്ഞുനാളിൽ എന്നെ ഫാദറിനൊക്കെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് അതൊക്കെ ഒരു ഭയങ്കര നാട്ടിൻപുറത്ത്. അപ്പോൾ അവരോട് ഒന്ന് സെറ്റിലായപ്പോൾ ആദ്യം തന്നെ ചിന്തിച്ചത് നമുക്ക് എന്തെങ്കിലും ഒരു മക്കൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കണം എന്നുള്ളൊരു അവരുടെ തോട്ട് പ്രോസസ്സിലാണ്. ആ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് പഠിക്കാനൊക്കെ പറ്റിയത്. കുഞ്ഞിലെ ജോബ് ഒരാളാണോ അതോ? എനിക്ക് ചേച്ചിയുണ്ട് അനിയത്തിയുണ്ട്. അവരും പഠിച്ചോ? ആ ചേച്ചിയും അനിയത്തിയും പാടും അത്യാവശ്യം. പെങ്കൊച്ചുങ്ങൾ ഡാൻസും പഠിക്കുമായിരിക്കും അല്ലേ? പഠിച്ചോ? ഗുരു സുരേന്ദ്രൻ മാസ്റ്ററാണ് ഫസ്റ്റ് ഗുരു. പുള്ളിക്കാരൻ്റെ അടുത്ത് കുറെ കാലം പഠിച്ചു. പിന്നെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത്. പെരുമ്പാവൂർ സാർ ശരിക്കും ലളിതഗാനത്തിന്റെ മെയിൻ ആളല്ലേ? സാറ് എല്ലാം മനോഹരമായ കമ്പോസിഷൻസ് ആണല്ലോ. സിനിമയിൽ തന്നെ ആയാലും സാർ അധികം 4-5 പടമാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എല്ലാം ലെജൻഡറി സോങ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ശരിക്കും പറഞ്ഞാൽ കമ്പോസ് ചെയ്യാനാണോ ഇഷ്ടം, അതോ പാടാനാണോ ഏറ്റവും ഇഷ്ടം? പാടാൻ ഭയങ്കര പേടിയാണ്. കമ്പോസ് ചെയ്യാൻ എപ്പോഴും എല്ലായിടത്തും ഇപ്പൊ ഇരിക്കുമ്പോഴും ഭയങ്കര ടെൻഷനാണ്. പക്ഷെ സ്റ്റേജിലൊക്കെ ഒരു പാട്ടൊക്കെ ഓക്കെ ആണെന്ന് തോന്നിയാൽ പിന്നെ അങ്ങോട്ട് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ വരെ ഭയങ്കരമായിട്ട് പമ്മിരിക്കും, ഭയങ്കര ടെൻഷൻ. അപ്പം എൻ്റെ അടുത്ത് ട്രിവാൻഡ്രൊക്കെ ഷോസ് വരുമ്പോൾ നീ കൂടി വാ ചുമ്മാ ഒരു മോറൽ സപ്പോർട്ട്. അപ്പം ഞാൻ ശരി. പക്ഷെ സ്റ്റേജിന്റെ പുറകിൽ അങ്ങനെയാണെങ്കിലും പിന്നെ ദൈവം സഹായിച്ച് സ്റ്റേജിൽ കയറുമ്പോൾ അത് അങ്ങനെ മാറി. എന്തോ ഒരു ടെൻഷൻ. അപ്പൊ എന്തായാലും സ്റ്റേജിൽ കുറച്ച് പേടിയുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ സ്റ്റുഡിയോയിൽ പാടുന്നതാണ് പേടി ഇല്ലാതെ പാടുന്നത്? അല്ല, എല്ലാം ടെൻഷൻ എല്ലാത്തിനും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കമ്പോസേഴ്സ് വിളിക്കുമ്പം അവരുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവര് നമ്മളോട് അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കോൺഫിഡൻസിലേക്ക് എത്തും. ആദ്യമേ നമ്മൾ വരട്ടി അത് ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂടുള്ളതും കൂടെ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി എനിക്ക് വെച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോസേഴ്സും എൻ്റെ അടുത്ത് വളരെ കൈൻഡ് ആയിരുന്നു. അത് സമയമെടുത്ത് പതുക്കെ മതി. മേ ബി ഫുൾ ഔട്ട്പുട്ട് അന്നേരം വരുമായിരിക്കും. അപ്പൊ നമ്മുടെ ക്യാരക്ടർ അവർക്ക് ആദ്യം അറിയാം. ഇവരെല്ലാവരും ഇപ്പം ദീപക് സാർ, അൽഫോൻസ് ചേട്ടനായാലും എം ജയചന്ദ്രൻ സാർ എല്ലാവരോട്ടും ഭാഗ്യം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗോപി ചേട്ടനും പിന്നെ റെക്സ് വിജയൻ, ഒത്തിരി ബിജി ഏട്ടൻ, ഷാൻ. അപ്പൊ ഇവരൊക്കെ എനിക്ക് ആ സ്പേസ് തന്നിട്ടുള്ളതെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ പറയുന്നത് ദൈവം ഇത് ശരിയാവും, സമയം പതുക്കെ അല്ലെങ്കിൽ പതുക്കെയൊക്കെ ചേട്ടാ താൻ 2 ദിവസം എടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. എനിക്ക് ആ ഊർമിയിലെ പാടുന്ന പാടും. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിൽ ഉറഞ്ഞാടാൻ. വീട്ടിലെ എങ്ങനെയാ ജോബിന്റെ ആഹാര രീതിയും അല്ല ഇന്ന നിർബന്ധമുണ്ടോ? ആര്യയുടെ പാചകവും കണ്ണൂരുകാരിയുടെ പാചകവും തിരുവനന്തപുരം ചങ്ങനാശ്ശേരിക്കാരന്റെ പാചകവും എല്ലാം കൂടെ ആകുമ്പത്തേന് രണ്ടുപേരും ഒരു ശബ്ദത്തിൽ പറയും. ഇപ്പൊ എന്റെ കാര്യം അത് ശരിയാണ്. അല്ല ഭയങ്കര സ്പെസിഫിക് ആണ് ഈ ഭക്ഷണ കാര്യത്തില്. ഇപ്പൊ നമ്മള് എന്തും കഴിക്കും അങ്ങനെയില്ല. ഇപ്പം കൊഞ്ചാണെങ്കിൽ തന്നെ കൊഞ്ച് വറുത്തത് മാത്രമേ കഴിക്കുള്ളൂ. കറി ഐറ്റംസിനോട് വലിയ, അതായത് പെരട്ട്, തിക്കായിട്ടുള്ള ഗ്രേവീസ്, പിന്നെ എല്ലാം മെഴുക്ക് വരട്ടികൾ എല്ലാം കുറച്ച് ഡ്രൈ ഐറ്റംസിനോടാണ് താല്പര്യം. ഒത്തിരി വിഭവങ്ങളൊക്കെ വേണം അങ്ങനെയൊന്നുമില്ല. ഉള്ളത് കുറച്ചായാലും മതി, പക്ഷെ നല്ല രുചിയായിട്ട് വേണം, അത്രേ ഉള്ളൂ. കണ്ണൂരുകാരിയുടെ ഏറ്റവും നല്ല അല്ലല്ല, എൻ്റെ അല്ല, അവിടെ അമ്മ ഭയങ്കര കുക്കാണ്, നല്ല രുചി. അമ്മ ചങ്ങനാശ്ശേരിയാണ്. അപ്പൊ കണ്ണൂരുകാരുടെ ഫിഷൊക്കെ എല്ലാം നല്ലതാ. അതിൽ വെച്ചൊന്നും ഏതാ നല്ല സ്പെഷ്യൽ? പിന്നെ ഞാൻ ഒത്തിരി അങ്ങനെ എനിക്കും കിട്ടാറില്ല. എനിക്ക് ദാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് കറി. ചപ്പാത്തിക്ക് ഞങ്ങള് ബാംഗ്ലൂരൊക്കെ താമസിച്ച സമയത്തൊക്കെ സ്പെഷ്യൽ ദാൽ കറി ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ രുചിക്കാരനാണ് ചുരുക്കം. അതായത് ആതിരയ്ക്ക് വേറെ തട്ടിപ്പ് വിദ്യകളൊന്നും നടക്കില്ല, ഉള്ളത് രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. രക്ഷയില്ല മോളെ. ആതിരയ്ക്ക് പഴയ ആൾക്കാരില്ലേ പാടുന്നവരല്ലെങ്കിൽ മ്യൂസിക് ആയാലും ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സിംഗേഴ്സ് പറയുകയാണെങ്കിൽ ജാനകിയമ്മ. അമ്മയുടെ ഒരു പാട്ട് പാടുക മോളെ. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ.
ശരിക്കും ആസ്വദിക്കുള്ളൂ. നമ്മള് ചുറ്റുവട്ടം മറന്നു പോയി ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന്. അത് അങ്ങനത്തെ ഒരു അവരങ്ങനെ ഇത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യം. റഹ്മാൻ സാറിന്റെ ഏറ്റവും ഇഷ്ടം ജോബിന് ഏതാ? പറയാ അതൊക്കെ ഒത്തിരി ഉണ്ട്. മെലഡി എനിത്തിങ് ഐ തിങ്ക് ഇസ് ഡാം ഗുഡ്. ഇങ്ങനെ ചൂസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇവരുടെ ഒക്കെ പാട്ട് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്തു ഇഷ്ടം പോലെ കിടക്കും. അതിനകത്ത് നിന്ന് തപ്പി പെറുക്കണം നമ്മളൊക്കെ. മോളുടെ വീട്ടിലെല്ലാരും പാട്ട് പാടുവോ അതോ കുഞ്ഞുനാളും പോലും മോള് മാത്രമേ പഠിച്ചു? പാട്ട് സത്യം പറഞ്ഞാൽ അച്ഛനമ്മയൊക്കെ അത്യാവശ്യം പാടും. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ആൻറ്റി അങ്കിളൊക്കെ മ്യൂസിക് ടീച്ചേഴ്സായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണ്. മോളൊരു അല്ല, എനിക്ക് 2 അനിയന്മാരാണ്, ട്വിൻസ് ആണ്. ഒരു മോളാണ്. 2 അനിയന്മാരാണ്, ട്വിൻസ് ആണ്. അവരിപ്പം എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ആവുന്നു. അവര് പാട്ട് പഠിക്കോ? പഠിച്ചിട്ടുണ്ട്. അവര് മടിയന്മാരാണ്, പക്ഷെ നല്ലപോലെ പാടും. പക്ഷെ ആരുടെയും മുന്നിൽ നിന്ന് പാടില്ല, സ്വന്തമായിട്ട് മാത്രമേ പാടുള്ളൂ. സ്വന്തം മുറി. പിന്നെ കോളേജിലൊക്കെ അവര് പാടാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ താല്പര്യമുള്ളവരാണ് എല്ലാരും ബേസിക്കലി. ഭയങ്കര അന്നേരം അളിയന്റെ മുമ്പിലൊന്നും പാടുകയില്ല? അയ്യോ, അതൊക്കെ കുറവാണ്. പിന്നെ ഞങ്ങളുടെ മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ ഒരു ഫംഗ്ഷൻ ഒക്കെ കണ്ണൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം അവരെല്ലാരും ഭയങ്കര സജീവമായിട്ട് അടിച്ചു പൊളിച്ചു. ഓ അത് ശരി. ശരിക്കും ഒരു അതിലൂടെ മൊത്തം ഒരു പാട്ടായതുകൊണ്ടല്ലേ ഒരു ഫംഗ്ഷൻ ഒക്കെ കൂടുമ്പോ തന്നെ എല്ലാരും പാട്ടും ബഹളമായിരിക്കും. നല്ല രസമാണ്. പിന്നെ ഇവിടെയും ഒട്ടും മോശമല്ല. ഇവിടെ ഞങ്ങളുടെ ചാന്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും എല്ലാവർക്കും നല്ല താല്പര്യം, ഇഷ്ടം. എനിക്ക് ജോബിന് കൂടുതൽ നാടൻ പാട്ടുകളോടാ കൂടുതൽ ഇഷ്ടം. ഒത്തിരി കേക്കും ഇഷ്ടമാണ്. പിന്നെ എല്ലാ ഓരോരുത്തരുടെ വോയിസ് കൾച്ചർ അങ്ങനെയാണല്ലോ. നമുക്കിപ്പം ഫോക്ക് പാടാൻ വലിയ എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ സൂഫി മ്യൂസിക് ഇല്ല, ഞാൻ ഒത്തിരി സൂഫി മ്യൂസിക് കേൾക്കും. അപ്പം ആ ഒരു ജോണറിനോടൊരു താല്പര്യം കൂടുതലുണ്ട്. അപ്പോൾ അതും ഒരു തരത്തിൽ ഫോക്ക് റെൻഡറിങ് പോലത്തെ ഹൈ പിച്ച്ഡ് റെൻഡേർഡ് സോങ്സ് ആണ്. പിന്നെ റാഫി സാബിൻ്റെ ഒക്കെ പാട്ടുകളൊക്കെ തന്നെയാണ് കൊച്ചിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിരുന്ന ഒരു ഇഷ്ടം. അപ്പം എനിക്ക് കോളമാണ് അവസ്ഥ. സാരില്ല, എനിക്ക് അതൊന്നും പ്രശ്നമില്ല. പ്ലീസ്. ചൗദവീ കാ ചാന്ദ് ഹോ आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो, चौदहवीं का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो, चौदहवीं का चांद हो. എനിക്ക് എപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വൈറ്റ് റൈസും പ്രോൺസും തൈരും. ഇതെന്ന് വെച്ചാൽ ശരിക്കും ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കോമ്പിനേഷൻ ആട്ടോ അത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മനസ്സറിഞ്ഞാ വെച്ചേക്കുന്നത്. പാത്രമൊക്കെ കൂടി നീക്കി വെക്കും. ഇനി പാട്ടൊന്നും ഇല്ല ചേച്ചിന്ന്. അതിനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണ്? ഞാൻ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. എവിടെയാ മോളെ? ഞാൻ ടെക്നോ പാർക്കില് IBS എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്. അപ്പം HR ഡിപ്പാർട്ട്മെന്റില്. എനിക്ക് കഴിച്ചോളൂ വിഷമിക്കണ്ട, ഞാൻ പാടിച്ചോളാം.
അതെന്തായാലും പറഞ്ഞിട്ടില്ല. ശരിക്കും പ്രാക്ടീസിന് വേണ്ടി എത്ര സമയം മാറ്റും പെർ ഡേ? അങ്ങനെ അല്ല ചേച്ചി, രാവിലെ പോലെ തോന്നുന്ന പോലെ എന്തായാലും ഒരു പ്രാക്ടീസ് ചെയ്യാറുണ്ട് എവറി ഡേ. ചില ദിവസം ഈ പറഞ്ഞ പറ്റിയല്ല, അല്ല ചില എന്നാലും മിനിമം ആയിട്ട് ചെയ്യാറുണ്ട്. ഒരു ദിവസം ഇത്ര നേരമെങ്കിലും വേണം. അത്ര വേണം. അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് അയ്യോ ഒന്നൊരു സമാധാനം ഇല്ല. ഒരു ഹാബിറ്റിന്റെ പോർഷൻ പോലെ ആയിട്ടുണ്ട് എന്തായാലും. ഒരു നമുക്കൊരു കോൺഷ്യസ് എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇട്ടാലേ ദൈവം നമുക്ക് എന്തെങ്കിലും. ബേസിക്കലി സിനിമയിലൊക്കെ കാണുന്നതാണ് ഈ സാധകം ചെയ്യാൻ വെള്ളത്തിന്റെ അടിയിൽ നിൽക്കണമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് നേരാന്നോ? ഓഫ് കോഴ്സ് അതിൽ എന്തെങ്കിലും കാര്യമില്ലാണ്ട് സയൻസ് വൈസ് എന്തെങ്കിലും കാണുമായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് തെറ്റാണെങ്കിൽ ക്ഷമിക്കാൻ അറിയുന്നവരുണ്ടാവും. നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പാടുന്നത് ഏറ്റവും ടഫസ്റ്റ് സിറ്റുവേഷൻ ആണ്. അതായത് തണുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിക്കും. വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണല്ലോ, നമുക്ക് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആ കണ്ടീഷനിൽ യു സിങ് വെൽ, യു ക്യാൻ സിങ് വെൽ എനിവെയർ. ചിലപ്പോൾ ടഫസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ അതായിരിക്കാം ലോജിക്കുന്ന എനിക്ക് തോന്നുന്നു. ബോഡി ടെമ്പറേച്ചർ ഡിഫറെന്റ് വരും. അപ്പൊ അത് പാടാൻ തന്നെ നമ്മളിപ്പോ ശ്രമിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ആ സമയത്ത് ശരിക്കും എന്നൊക്കെ ഒരു ശ്രുതി പിടിച്ച് പാടുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്, ടാങ്കിലൊക്കെ ചാടി നോക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. വീട്ടിലെ ഒരു സിമെന്റിന്റെ ഒരു ടാങ്ക് കെട്ടി ഇറങ്ങിയിട്ട് നോക്കി അല്ല എന്താ സംഭവം എന്താണെന്ന്. പിന്നെ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്യുന്നല്ല പറഞ്ഞു, റെഗുലറായിട്ട് ചെയ്യുന്നല്ല പറഞ്ഞു. ഞാൻ ചാടി പാടിയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ പോസിബിൾ? ജഗതി സാറിന്റെ യോധല സീൻ പോലെ ആയിപ്പോയി. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം പഴയ ആൾക്കാരത് ശരി, അത് കറക്റ്റാണ് അവരുടെ രീതികളൊക്കെ. ശരിക്കും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ജോബ്, അങ്ങനെയൊക്കെ നമ്മള് പഴയ തലമുറക്കാർ ചെയ്ത കൂട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നല്ലേ കുറച്ചുകൂടെ. അവര് അതൊന്നും റേഞ്ച് പിടിക്കാനേ പറ്റാത്ത ലെവലാണ് അവരൊക്കെ. ഈവൻ സിംഗിങ് ലെവൽസ് ആയാലും പോയി ഞാൻ ഐ ഫീൽ ദേ ആർ ടു ഗുഡ് തോന്നാറുണ്ട്. നമുക്കൊക്കെ ഇന്ന് ഭാഗ്യമാണ് അറ്റ്ലീസ്റ്റ് കുറച്ച് പാടാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഒരു പഴയ രീതിക്ക് അത്രയൊന്നും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അതിന്റെ വിഷമവും കുറ്റബോധവും എനിക്കുണ്ട്. ബട്ട് എന്നാലും ചെയ്യാറുണ്ട്. ഇച്ചോടെ ബെറ്റർ ആക്കണം. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നില്ല. എന്റെ പ്രാക്ടീസ് ഒന്നും ഇടയ്ക്കൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴും. അപ്പം മോൻ രാത്രിയാണ് പ്രാക്ടീസ് ഒക്കെ. അപ്പൊ മോൻ രാത്രി ഉറങ്ങുന്നതിനനുസരിച്ച് മോൻ ഉറങ്ങി കഴിഞ്ഞ അവൻ മിക്കവാറും ഉറങ്ങാൻ 10-12 മണിയാവും. പക്ഷെ അങ്ങനെയല്ല, അപ്പൊ അവനെയും പാട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവനെ ഉറക്കാനായിട്ട് തന്നെ ചിലപ്പോൾ പുള്ളി ഉറങ്ങാൻ ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പൊ 2 മണിക്കൂർ കണ്ടിന്യൂസ് നമുക്കൊരു പ്രാക്ടീസ് പോലെ തന്നെയാണ് പുള്ളിയുടെ കൂടെ പാടിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ പാട്ട് പഠിക്കുന്നുണ്ട് പാരലലി. അങ്ങനെ പഠിക്കുന്നുണ്ട്. എനിക്കൊന്ന് ആദ്യം കൂടുതലും താരാട്ട് പാട്ടൊക്കെ പാടിയായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നു. പുള്ളിക്ക് അതല്ല, പുള്ളിക്ക് ടേസ്റ്റ് ഒക്കെ വേറെ കുറച്ച് വ്യത്യാസമാണ്. ഫാസ്റ്റ് അല്ല, പുള്ളിനെ നമ്മള് കുഞ്ഞിൽ തൊട്ട് നല്ല നല്ല സംഗീതങ്ങളൊക്കെ കേൾപ്പിക്കാൻ ഇങ്ങനെ ഒത്തിരി കേൾപ്പിക്കായിരുന്നു. അപ്പൊ പുള്ളിക്ക് നല്ലൊരു പ്ലേലിസ്റ്റ് ഒക്കെ തന്നെ പുള്ളി പിന്നെ താല്പര്യമാണ്. എന്തായാലും ജോബ് ഒരു കാര്യമുണ്ട്. റാഫിഡ് സാറിന്റെ നല്ലൊരു പാട്ട് ജോബ് പാടിയേ. എനിക്കിനി ആതിര ലതാ മങ്കേഷ്കർ മാമിന്റെ ഒരു കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പറയാൻ പാടില്ല എന്നൊക്കെ എല്ലാരും പറയും ഇവിടെ വരുന്നവര്. അത് ഗുരുത്വദോഷ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും എന്റെ മോളെ എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ജീവനാ. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. लग जा गले ഭയങ്കരമായിട്ട് ഞാൻ നിങ്ങളുടെ ഫാനായി മാറും മിക്കാറും കേട്ടോ. ഇത് രസയുടെ പാട് ടച്ച് വുഡ് ഈശ്വര അനുവദിച്ച് അങ്ങനെ തന്നെ വരട്ടെ. ഇനി കഴിച്ചോളൂ, ഞാൻ ഇനി കുറച്ചു നേരം മിണ്ടാൻ. ആ എനർജി എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കാം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം മിണ്ടാതിരിക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെ ചേച്ചി കഴിക്കാണ്ട് ഇങ്ങനെ മുന്നിൽ നിന്ന് കഴിക്കുമ്പോൾ മാക്സിമം പഠിപ്പിക്കാന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞില്ലേ റാഗി കാണുന്ന കൂട്ടിയാലും വേണ്ടിയല്ലെന്ന്.
ജോബ് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കോ? ഞാൻ കുറച്ച് പിയാനോ വായിക്കും ചേച്ചി. പിയാനോ പഠിച്ചിട്ടുണ്ട് ഒരു 3-4 years. ചേതന മ്യൂസിക് അക്കാദമി തൃശ്ശൂർ. അപ്പോൾ അവിടെ പോയി അച്ഛൻ്റെ അടുത്ത് തോമസ് ചക്കാലമറ്റത്ത് നിന്ന് അച്ഛൻ സ്റ്റീഫൻ ചാറിൻ്റെ ഒക്കെ സ്റ്റീഫൻ ചാറിനാണ് എന്നെ കൊണ്ടാക്കിയത് അവിടെ. അപ്പോൾ അച്ഛൻ്റെ അടുത്തൊരു 3rd grade വരെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വായിക്കാൻ പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ്, കമ്പോസ് ചെയ്യാൻ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പക്ഷെ ഒരു എക്സ്പേർട്ടായി പെർഫോമിംഗ് ലെവലിലേക്ക് ഞാൻ ആയിട്ടില്ല. ഇനി പ്രാക്ടീസ് ചെയ്ത് എപ്പോഴെങ്കിലും വായിക്കണം എന്നുണ്ട് സ്റ്റേജിൽ. അപ്പം അച്ഛൻ പറഞ്ഞ കംപ്ലീറ്റ് ആ ഒരു ഇയർ ഓഫ് കോഴ്സസ് എടുത്തോ? അങ്ങനെയാണോ? ഇല്ല, അത് അങ്ങനെ ഇതിനൊന്നും ഒരു അന്ത്യമില്ലാത്ത പോക്കാണ്. ശരിയാ. അത് വേറെ ലൈക്ക് എന്നാലും ഒരു ബേസിക് ലെവൽ എന്നുള്ള 8th grade ഒക്കെയാണ് ഒരു ഡീസന്റ് ഒരു പ്ലേയബിൾ ലെവൽ. അത് ഗ്രേഡ് എടുക്കണം എന്നില്ല ആക്ച്വലി. നമ്മൾ മ്യൂസിക്കിൽ എത്ര കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും ഇപ്പം ചുമ്മാതല്ലല്ലോ ഇങ്ങനെ ഗ്രേഡ്സും ഇതൊക്കെ വെച്ചിരിക്കുന്നു. നമ്മുടെ ഡെവലപ്മെന്റ് ഓരോ സിസ്റ്റമാറ്റിക് ആയിട്ട് വരാൻ വേണ്ടിയാണല്ലോ. അപ്പം അതിൽ 8th വരെ എടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല ആ സമയത്ത്. ഇനിയും അതിൽ സമയമുണ്ടെങ്കിൽ എന്തായാലും പോയി പഠിക്കണം എന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു വലിയൊരു ഫാനായി മാറി കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമുള്ള പാട്ടുള്ള പാട്ട് തന്നെ എനിക്ക് വർത്താനം പോലും വരുന്നില്ല, അത്രയും ഫാനായി. എന്തായാലും എന്റെ അടുക്കളയിൽ വന്ന് ഇത്രയും എനർജി തന്നതിന് ഐ എം സോ ഹാപ്പി. ഞങ്ങളും ഒരുപാട്, കാരണം ഞങ്ങൾ ടിവിയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ നേരിട്ട് ഇപ്പോഴാണ്. അതുപോലെ നോർമലി എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ടെൻഷനോട് കൂടിയാണ് ഇപ്പോൾ ഏതിനും അപ്രോച്ച് ചെയ്യുന്നത്. ചേച്ചി ഭയങ്കര കൂളായതുകൊണ്ട് നമ്മളും ഭയങ്കര അല്ല. ഞാൻ വന്ന് ഫസ്റ്റ് എൻട്രി സെറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു വൈബ്, ഞാൻ അതൊക്കെ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. വൈബ്സ് പോസിറ്റീവ്. അപ്പം വളരെ പോസിറ്റീവായിട്ട് ചേച്ചി ചിരിയോടുകൂടി നമ്മള് അപ്പൊ തന്നെ എന്റെ പകുതി ടെൻഷനൊക്കെ പോയി. എപ്പോഴും പോസിറ്റീവായ ആൾക്കാര് കൂടെ ഇടപഴകാനാണ് നമുക്കും താല്പര്യം. അതാ നല്ലത്. എന്തായാലും ഇവിടെ വന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ പോസിറ്റീവ് തന്നു, പക്ഷെ എനിക്ക് നിങ്ങൾ ഡബിൾ പോസിറ്റീവ് ആയിരിക്കും തന്നേക്കുന്നത്. ആ ഒരു ഡബിൾ പോസിറ്റീവ് പ്ലസ് ഭയങ്കര ഒരു എനർജി. പാട്ടെന്ന് പറഞ്ഞാൽ അത്ര വീക്ക് ആട്ടോ. അതുകൊണ്ട് എന്തായാലും എന്റെ അടുക്കളയിൽ വന്നാൽ ഐ എം സോ താങ്ക്ഫുൾ. ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് എത്രയും എനർജി തന്നേലും. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇപ്പൊ നമ്മുടെ ഈ വീട്ടില് ചേട്ടനോട് പറഞ്ഞു ഭയങ്കര ഫാൻസാണ്. 10,000 പ്രാവശ്യം പറയാട്ടോ, തീർച്ചയായും പറയാം. എന്തായാലും നമ്മുടെ അടുക്കളയിൽ വന്ന് ഇത്രയും എനർജി തന്നു. എന്റെ എനർജി ഞാൻ പറഞ്ഞില്ലേ, തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി അല്ല ഇപ്പൊ എനിക്ക് ഒരു ഡബിൾ എനർജിയാന്ന് തോന്നുന്നു. അത്ര ഒരു മനസ്സിനകത്ത് തന്നെ ഭയങ്കര ഒരു സന്തോഷവും കൂടിയാണ്. ഈ എനർജി എനിക്ക് ഇവർ തന്നാൽ ഐ എം സോ ഹാപ്പി. പക്ഷെ ഈ എനർജി ഞാൻ ഒട്ടും കളയുകയല്ല. ഈ എനർജിയോട് കൂടി തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ചെറുത് ഗുഡ് ബൈ.